സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. സ്ത്രീ വേണം ചേച്ചി, അത് മാറിയേ പറ്റുള്ളൂ. കാരണം ഇപ്പം ഏത് കാര്യമാണെങ്കിലും ഇപ്പം ആസ് എ ജേർണലിസ്റ്റ് നിങ്ങൾ അനുഭവിക്കുന്നു, പൊളിറ്റീഷ്യൻ നമ്മൾ അനുഭവിക്കുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇന്നും സ്ത്രീയുടെ കണ്ണ്, മൂക്ക്, സ്ത്രീയുടെ ശരീരം, അല്ലെങ്കിൽ സ്ത്രീയുടെ സാരി, അല്ലെങ്കിൽ സ്ത്രീയുടെ കഴിവിനെ കുറിച്ച് പുരുഷനെ പറ്റിയില്ല. ഇപ്പം എന്നോട് ചിലർ പറയുന്നു നല്ല ഭാഗ്യമുണ്ടല്ലോ ജയിച്ചു, പക്ഷേ ഓപ്പോസിറ്റ് ഒരു പുരുഷനാണെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ട് ജയിച്ചു, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ എഫേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ഇത്ര എഫേർട്ട് എടുക്കും. അത് പ്രതി പറഞ്ഞ കറക്റ്റാ. സ്ത്രീയുടെ സൗന്ദര്യം സ്ത്രീയുടെ ബുദ്ധിയാണെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു ഞാൻ പല കവിതകളും ഒന്നുമില്ല. ആകെപ്പാട് ഈ ആകാരത്തെ കുറിച്ചും അവരിടുന്ന വസ്ത്രങ്ങളെ കുറിച്ചും ഇതൊക്കെ അല്ലാതെ അവരുടെ കൃത്യമായിട്ടുള്ള ബുദ്ധി, പ്രായോഗിക ബുദ്ധിയുള്ള ഒരു സ്ത്രീ, പ്രായോഗിക ബുദ്ധിയിൽ വളരെ മിടുക്കരാണ്. അത് ഞാൻ ഭംഗിയായിട്ട് അത് ആ പ്രായോഗിക ബുദ്ധി ഏത് വിഷയം വന്നാലും അതിനെ നമ്മൾ തനതായ രീതിയിൽ അത് ഇടപെട്ട് തീർക്കുക എന്നുള്ളത് അതിനൊന്നും അംഗീകാരം ഇതുവരെ പൊതുസമൂഹത്തിൽ കിട്ടിയിട്ടില്ല. പ്രതിഭ SFIയിലൂടെ തുടങ്ങിയതാണ് അല്ലേ? അപ്പോൾ ഇപ്പം മന്ത്രിമാരായി നിൽക്കുന്ന പല ആളുകളായി കൂടെ പെട്ടെന്ന് വന്ന് ആ സ്ഥാനത്തേക്ക് എത്തുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ ചെറുപ്പത്തിലേ ഇങ്ങനെ പ്രവർത്തിച്ച് വന്നവർക്ക് അതുകൊണ്ടൊരു നിരാശ ഉണ്ടാകുന്നത്. അപ്പോൾ സ്ത്രീ പുരുഷ വ്യത്യാസമില്ല, അങ്ങനൊരു അനുഭവം ഉണ്ടോ? എനിക്ക് ഈ ചോദ്യം ശരിക്കും പലപ്പോഴും കറക്റ്റ് ചെയ്യണം തോന്നിയൊരു ചോദ്യമാണ്. നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ ഒരു ധാരണ സ്മൃതി, ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ വന്നാൽ മാത്രമേ നമ്മൾ അംഗീകരിക്കൂ എന്നൊരു ധാരണ നമുക്ക് വേണ്ട. ശരിക്കും എനിക്ക് ഈ നിമിഷം വരെ ഫ്രം മൈ ഹാർട്ട് ഞാൻ പറയാം, എനിക്ക് ഈ നിമിഷം വരെ അങ്ങനെ ഒരു ഫീലിംഗ് വരില്ല. പക്ഷേ പലരും നമ്മൾ എവിടെ ചെന്നാലും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ സ്ഥാനത്ത് ഷാൻ ചേച്ചി ആണെങ്കിലും ചോദിക്കും, അവരുടെ പൊളിറ്റിക്സിലാണ് ചോദിക്കും. ഇപ്പം PK ജയലക്ഷ്മിയെ പോലുള്ള പുതിയ പെൺകുട്ടികൾ വന്ന സമയത്ത് ഒരുപാട് കേട്ടിട്ടുണ്ടാവും, ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ ഫീലില്ല. ഞാൻ ഓർക്കുന്നത് അതുപോലും പൊതുസമൂഹത്തിൽ സ്ത്രീകളോടുള്ള ഒരു സ്ത്രീകൾ തമ്മിൽ യുദ്ധം ചെയ്യട്ടെ എന്നുള്ളൊരു പ്രഖ്യാപനം പോലെ സ്മൃതി ഈ സമയം വരെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് തന്നിരിക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ MLA എന്ന് പറയുന്ന ഒരു ചെറിയ പ്ലാറ്റ്ഫോം അല്ല, ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് വർക്ക് ചെയ്യാൻ തന്നിരിക്കുക. അവിടെ ചിലപ്പം ചില ഇക്വേഷൻസ്, നമ്മുടെ പൊളിറ്റിക്സിൽ ഇക്വേഷൻസ് ഉണ്ടല്ലോ, ആ ഇക്വേഷൻസ് അനുസരിച്ച് ചിലപ്പം ചിലർക്ക് പ്രൊമോഷൻ കൊടുക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചില പ്രത്യേക പരിഗണന അവർക്ക് നൽകേണ്ടി വരുന്നതൊക്കെ സ്വാഭാവികമാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു, എനിക്കിതൊരു അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ പൊതുസമൂഹം അങ്ങനെ വിലയിരുത്തണ്ട. ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഇന്ന് വരെ ഫ്രം മൈ ഹാർട്ട് ഒപ്പീനിയൻ എനിക്ക് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിച്ച, പലപ്പോഴും എന്നോട് ആരെങ്കിലും ചോദിക്കണം എന്ന് ആഗ്രഹിച്ചാണ്. ഇന്ന് വരെ തോന്നിയിട്ടില്ല. ഞാൻ എൻ്റെ സ്പേസിൽ ഭയങ്കര ഹാപ്പിയാണ്. ഈ സ്പേസിൽ ഇതല്ല ഇത്രയും പോരെ വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്ന ആളാണ്. ഷാനി ചേച്ചി ഇപ്പം എത്ര കാലമായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട്? അപ്പോൾ പല കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു മാറ്റം എനിക്ക് തോന്നുന്നില്ല ഒന്നും ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചിലപ്പോഴെങ്കിലും ഉറച്ചു പ്രതികരിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട ശബ്ദമായി മാറിയിട്ടുണ്ടോ? അല്ല, ഒറ്റപ്പെട്ട ശബ്ദമായി ആയിരിക്കും ചിലപ്പോൾ പറയുമ്പോൾ ഒറ്റപ്പെട്ട ശബ്ദം. അത് കഴിയുമ്പോൾ വന്ന് ഒരുപാട് പേര് എനിക്ക് പിന്തുണ നൽകും. ഞാൻ പറയാൻ ധൈര്യമില്ലാത്ത അപ്പം അത് പുരുഷനും സ്ത്രീക്കും ഇല്ല ആ ധൈര്യം. മനസ്സിലായില്ല. രഹസ്യ പിന്തുണ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഒരാളാണ് ഞാൻ ഈ കേരളത്തിൽ തന്നെ. രഹസ്യ പിന്തുണ എനിക്കും കിട്ടാറുണ്ട്. രഹസ്യ പിന്തുണ മനസ്സിലായില്ല. അപ്പം അത് ഞാൻ ആലോചിക്കും, ഇതൊക്കെ എന്ത് നട്ടലില്ലാത്ത പ്രവർത്തനമായിട്ടാണ് തോന്നുന്നത്. അഭിപ്രായം പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? കാരണം രഹസ്യ പിന്തുണ കഴിയുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് പുറത്തിറക്കും. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് എത്ര ആളുകളുടെ ഫോൺ വരും, എത്ര ആൾക്കാർ കണ്ടോ, അയ്യോ ഒന്നാം തരം അഭിപ്രായമായി. പക്ഷേ അങ്ങനെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. എനിക്ക് നഷ്ടങ്ങൾ ഉണ്ടായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആയിട്ട് ബന്ധങ്ങളൊക്കെ തിരിച്ചറിയുന്നു. ഏത് ബന്ധങ്ങൾ വഷളായാലും ആ ബന്ധങ്ങൾ അതൊന്നും സ്ഥായിയായ വഷളാകലല്ലത്. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയുമ്പോഴത്തേക്ക് തിരിച്ചു കിട്ടുന്നതേ ഉള്ളൂ. ഏത് ബന്ധമാണെങ്കിലും മനസ്സിലായില്ലേ. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യമല്ല. മനസ്സിലായില്ലേ. തുറന്ന അഭിപ്രായം പറയുന്നവരെ കൊണ്ടുള്ള ഗുണം അത് പല ആളുകളും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ പേര് പ്രതീക്ഷിക്കാമോ? അല്ലാതെ തീർച്ചയായിട്ടും ഞാൻ പാർട്ടിയിലെ ഏറ്റവും നല്ല നക്ഷത്രമുള്ള ഒരാളാണ് ഞാൻ. കാരണം ഓരോ പ്രാവശ്യം എനിക്ക് പരിഗണന തന്നിട്ടില്ലേ, എന്തെല്ലാം പരിഗണന ഈ പാർട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇത്തവണ നേരത്തെ പറഞ്ഞതാണ്, കാരണം ഞാൻ കുറച്ച് നാൾ അരൂർ MLA ആയി. അപ്പോൾ നന്നായി തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു വിശ്വാസം. ആദ്യമായിട്ട് ഞാൻ അരൂർ MLA ആയിട്ടല്ല വരുന്നത്, ഞാൻ ജില്ലാ പഞ്ചായത്തിലും മുനിസിപ്പൽ ചെയർമാനാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പാർട്ടിയുടെ വിവിധ പദവികളിലൂടെ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ നിയമസഭയിൽ വരണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ട്. അത് ഞാൻ ലീഡർഷിപ്പിനോട് പറഞ്ഞു. അത് ലീഡർഷിപ്പ് അംഗീകരിച്ചു. ഇനിയിപ്പോൾ 2 കൊല്ലം കഴിഞ്ഞുള്ള കാര്യമാണ്. ഇപ്പം ഞാൻ പറയും, ഇപ്പോൾ രാഷ്ട്രീയം മാറുന്ന എങ്ങനെയാണ് പ്രതിഭ? കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അതിൻ്റെ മുഖം കുറച്ച് നേരം അത് ഞെട്ടും, അത് കഴിയുമ്പോൾ ചിരിക്കും അല്ലേ, അത് കഴിയുമ്പോൾ കരയും. അതുപോലെ മിനിറ്റ് വെച്ച് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് ഇപ്പോൾ രാഷ്ട്രീയം.